എക്സൈസ് പിടികൂടിയ പ്രതിക്ക് ദേഹാസ്വാസ്ഥ്യം. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്തു. മണ്ണാർക്കാട് കുമരംപുത്തൂർ വെള്ളപ്പാടം സ്വദേശി പിലാക്കൽ ഹമീദിനെയാണ് 5 ലിറ്റർ മദ്യവുമായി മണ്ണാർക്കാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി. എക്സൈസ് വിവരമറിയിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്ത ഹമീദിനെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് മദ്യം വിൽക്കുന്നത് ഹമീദാണെന്നും ഇയാൾക്കെതിരെ വേറെയും സമാന കേസുകളുണ്ടെന്നും എക്സൈസ് അറിയിച്ചു. അതേസമയം എക്സൈസ് സംഘം മർദ്ദിച്ചതാണ് ദേഹാസ്വാസ്ഥ്യത്തിന് കാരണമെന്ന് ഹമീദിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. എൻ്റെ ജ്യേഷ്ഠനെ അവൻ ഉറങ്ങിക്കിടക്കായിരുന്നു വീട്ടിൽ. അപ്പോഴാണ് എക്സൈസിൻ്റെ ജീപ്പ് വന്നിട്ട് അതിൽ 3-4 ആൾക്കാർ ചെന്നിട്ട് പിന്നെ നീ മദ്യ കച്ചവടം ചെയ്യണ്ട് എന്നും പറഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ വീട്ടിൽ അപ്പം ഉണങ്ങുന്നു നോക്കുമ്പോൾ പിന്നെ പുറത്തുനിന്ന് ഒരു ചാക്കിൽ ഇവർ മദ്യം എടുക്കണ കണ്ടു. എടുത്തിട്ട് എന്ത് ചെയ്തിരിക്കണു, എടുത്തിട്ട് നേരെ പിന്നെ ഇവന് എക്സൈസുകാരാണ് കയറ്റിക്കണു. അവിടെ ആരും ഒപ്പിടാനും ഇതൊന്നും പോയിട്ടില്ല, ഒരാളും സാക്ഷിയില്ല. അത് കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് വന്നിട്ട് പിന്നെ ഓട്ടോറിക്ഷക്കാരനെ കൊണ്ടൊക്കെ ഒപ്പിടിപ്പിച്ചു കൊടുക്കും. ഞങ്ങൾ ഇതിന്നമാതിരി കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വണ്ടിയിലിട്ടിട്ട് തച്ചിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ CCTV ഇല്ലെന്നപ്പോൾ ഇവർ പറയുന്നത്. കാരണം ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അന്വേഷിച്ചപ്പോൾ പറഞ്ഞു എക്സൈസിൻ്റെ ഉള്ളിൽ CCTV ഉണ്ടെന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ട് CCTV ഇല്ലാത്ത ദിവസം കൊണ്ടുപോയിട്ട് അവർ തച്ചിക്കണത്. പിന്നെ അധികം വണ്ടിയിൽ നിന്ന് തന്നെയായിരിക്കും നല്ലത് തച്ചിക്കണത്. അങ്ങനെ ബോധമില്ലാതായിട്ട് ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ബോധമില്ലാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വിളിച്ച് അവൻ്റെ തുണിയുപ്പായൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞോട് ഞാൻ തുണിയുപ്പായം കൊണ്ടൊക്കെ വന്നപ്പോൾ ആസ്പത്രി കിടക്കുന്നുണ്ട് ബോധമൊന്നുമില്ലാതെ ആള്. പോല് പറയുന്നത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇത് കള്ളക്കേസിൻ്റെ പേരിൽ ഉണ്ടായ ഒരിതാണ്, വേറൊന്നുമല്ല. ആദ്യം പിന്നെ ഇവിടുന്ന് ഇപ്പോൾ എക്സൈസിൻ്റെ ഓഫീസിലത്തെ എല്ലാ ആൾക്കാരും വന്നിക്കണു. ഇനിയിപ്പോൾ അവനെ പാലക്കാട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കറിയില്ല. അവനെ ജയിലിലിടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഓല് നടക്കുന്നത്. എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അതിൻ്റെ വിശദ വിവരം ഞങ്ങൾക്ക് കിട്ടണം. ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴരി ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം.